ഇതെന്താടാ 28,000 രൂപ ബാക്കിയോടെ പോയി അത് പിന്നെ അമ്മേ ആ നിന്ന് പരിഗണനത്തിന് ഉത്തരം പറയടാ. അതമ്മ അടുത്ത ആഴ്ച എന്റെ കസിന്റെ കല്യാണം അല്ലേ, അപ്പം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരു 2,000 രൂപ മാറ്റി വെച്ചതാ. 2,000 രൂപ ഡ്രസ്സ് എടുക്കാൻ കൊള്ളാം. ഡാ നിനക്ക് എത്ര രൂപയാണ് വരുമാനം എന്നറിയാമോ? ഒരു മാസം കിട്ടുന്നത് 30,000 രൂപയാണ്. അത് നീ മറക്കണ്ട. അമ്മ ഇനി അടുത്തൊന്നും ഡ്രസ്സ് എടുക്കുന്നില്ല, ഓണത്തിനേ ഉള്ളൂ. അമ്മയാണ് സത്യം. എങ്കിൽ നിനക്ക് കൊള്ളാം. 500 രൂപ ജീപേ ചെയ്തിട്ടുണ്ട് പെട്രോളിക്ക്. ചേട്ടാ ഇത് ശരിയല്ല. എന്ത് ഈ കിട്ടുന്ന ശമ്പളം മുഴുവൻ എന്തിനാ അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നേ? എടി എനിക്കത് ജോലി കിട്ടിയ പോലുള്ള ശീലമാണ്. അമ്മയുടെ കൈ കൊടുക്കുന്ന ബാങ്കിൽ കൊടുക്കുന്ന പോലെ. പിന്നെ എനിക്ക് ആവശ്യമുള്ള പൈസ അമ്മ തരുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പ്രശ്നം? കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാരനല്ലേ ചേട്ടൻ, അപ്പൊ സ്വന്തം പൈസ ചെലവാക്കാനുള്ള പ്രാപ്തി ചേട്ടനില്ലേ? പിന്നെ ബാങ്കിന്റെ കാര്യം പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ബാങ്കിൽ നിന്ന് പൈസ എടുക്കാൻ പോകുമ്പോഴേ കണക്ക് അവിടെ ആരും ചോദിക്കാറില്ല. ഗീതു ഇനി ആ ശീലം മാറ്റാനൊന്നും പറ്റത്തില്ല. കല്യാണം കഴിഞ്ഞ അമ്മയുടെ പൈസ കൊടുത്തിട്ട് അതിനുശേഷം കൊടുക്കാറുണ്ട് അമ്മ എന്ത് വിചാരിക്കും? എനിക്ക് ഒരു 500 രൂപ തരാമോ? കുറച്ച് ബേക്കറി സാധനം മേടിക്കാൻ. ഇവളുടെ ചേച്ചിയുടെ കുഞ്ഞു വീട്ടിലുണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കാൻ. 500 രൂപയ്ക്ക് ബേക്കറി സാധനം വാങ്ങിക്കാനാ? അല്ല 100 രൂപയും തരാം, വല്ല ബിസ്ക്കറ്റ് വാങ്ങിച്ചോണ്ട് പോയാൽ മതി. വേണ്ടമ്മ, ചേച്ചിയുടെ പിള്ളേർ ബേക്കറി ഐറ്റംസ് ഒന്നും കഴിക്കൂല. വേണ്ട, അവൾക്ക് പിടിച്ചില്ല ശിങ്കാരിക്ക്. അവളെ ചേച്ചിയുടെ മോന് ഞണ്ണാനല്ലേ എന്റെ മോൻ പണി ചെയ്യുന്നത്. ഗീതു ഏട്ടാ എപ്പോ വരും? ഞാൻ ഒരു 8:30 ആവുള്ളൂ. ഏട്ടനിക്ക് പീരീഡ്സ് ആയി, പാഡ് വേണമായിരുന്നു. ഇടി എനിക്ക് പറഞ്ഞിട്ടൊരു ക്ലയന്റ് മീറ്റിംഗ് ഉണ്ടല്ലോ. ഇനി ഒരു കാര്യം ചെയ്യും, അടുത്ത വീട്ടിലുള്ള ലക്ഷ്മിയോട് പറ, അവളെ ജംഗ്ഷനിൽ കിടപ്പി മേടിച്ചിട്ട് വരും. കാശിനി അമ്മ തന്നെ മേടിച്ചു. നിസ്സാരം ഒരു 40 രൂപ എടുക്കാൻ നിന്റെ കയ്യിലില്ലേ? ഇല്ലാത്തോണ്ടല്ലേ അമ്മ ചോദിച്ചേ. ഞാൻ തരാം. നിസ്സാരം ഒരു പാഡ് വാങ്ങിക്കാനുള്ള കാശ് പോലും ഇല്ലാത്ത ഒരു പെണ്ണിനെയാണല്ലോ എന്റെ മോൻ കിട്ടിയത്. ഈ പൈസ എന്റെ ചേട്ടന്റെ അല്ലേ അമ്മ? അതുകൊണ്ട് നീ ഇപ്പൊ കണക്ക് പറയാനും തുടങ്ങിയ? എടി ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അമ്മായിയമ്മരെ മുമ്പിൽ വന്ന് കൈ നീട്ടേണ്ട ഗതികേട് നിനക്ക് വരുമായിരുന്നോ? ഇല്ലെങ്കിൽ നിന്റെ തന്തയും അതിനുള്ള ഗതി ഉണ്ടാക്കി വിടണമായിരുന്നു. എരപ്പ കുടുംബത്തിൽ നിന്ന് പെണ്ണെടുത്ത ഞങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ അവന്. അമ്മ ഞാൻ ജോലി നോക്കുന്നുണ്ട്. പിന്നെ ഈ നിസ്സാര കാര്യത്തിന് വീട്ടുകാരൊക്കെ വലിച്ചഴിക്കുന്നത്. ഇവിടെ 2ഉം 3ഉം PG കഴിഞ്ഞൊരു തെക്കും വടക്കും നടക്കുന്ന ജോലി ഇല്ലാതെ അപ്പോഴാണ് അവളെ ഒരു BA ഇംഗ്ലീഷും കൊണ്ട് കളക്ടർ ഉദ്യോഗത്തിന് കാത്തിരിക്കുന്നത്.